ഇമാജിൻ നിങ്ങളുടെ നാട്ടിലെ ഒരു സ്മോൾ ചായക്കട. നിങ്ങൾ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ പോവുകയാണ്. ഒരു ചായ, ഒരു കാപ്പി, പിന്നെ ഒരു സമോസ ഇത്രേ ഓർഡർ ചെയ്തു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടി എഴുതി കൂട്ടി ഷോപ്പ് ഓണർ ഒരു ബില്ല് കൊണ്ട് തന്നു. ആ ബില്ലിനെ നമുക്കൊരു പൈത്തൺ പ്രോഗ്രാം ആക്കിയാലോ? എങ്ങനെയെന്നല്ലേ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ്. അപ്പോൾ കോഡ് എഴുതാനായിട്ട് നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. പൈത്തൺ ആൻഡ് VS കോഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു ഓർഡർ ചെയ്തത്? ചായ, സപ്പോസ് ചായക്ക് 10 രൂപയാണ്, കാപ്പി 12 രൂപ, സമോസ 15. ഇനി നമ്മൾ ടോട്ടൽ ബില്ല് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എല്ലാം കൂടി ആഡ് ചെയ്യണം. സോ ടോട്ടൽ ഈക്വൽ ടു ചായ പ്ലസ് കാപ്പി പ്ലസ് സമോസ. ഇനി ഈ ടോട്ടൽ എങ്ങനെയാണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. സോ ഞാൻ ടോട്ടൽ ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ടോട്ടൽ എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് റൺ ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട്. ടോട്ടലിൻ്റെ വാല്യൂ എത്രയാണോ അത് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വേറൊരാൾ നോക്കുമ്പോൾ ജസ്റ്റ് 37 എന്ന് മാത്രം കണ്ടാൽ മനസ്സിലായില്ലല്ലോ. അപ്പോൾ എനിക്ക് 37ന് മുന്നേ ടോട്ടൽ എന്നുകൂടി പ്രിൻ്റ് ചെയ്യണം. സോ ഞാൻ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് അവിടെ ടോട്ടൽ എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കോട്ട്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമ കൊടുക്കണം. അതാണ് അതിൻ്റെ സിൻടാക്സ്. സോ ഇങ്ങനെ കൊടുത്തിട്ട് റൺ ചെയ്താൽ ഔട്ട്പുട്ട് എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ എഴുതിയ കോഡ് നോക്കിക്കേ. പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴികെ ബാക്കിയൊക്കെ നമ്മൾ നോർമലി എഴുതുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ കോഡിംഗ് ഒന്നും അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ എഴുതുക. സോ പൈത്തൺ ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി ഞാനിവിടെ എന്തിനാണ് ഈ ചായ പ്ലസ് കാപ്പി പ്ലസ് സമോസ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? വെറുതെ 10 + 12 + 15 എന്ന് കൊടുത്താലും എനിക്ക് ആൻസർ കിട്ടും. പിന്നെന്തിനാണ് ഞാനവിടെ ചായ കാപ്പി ഇങ്ങനെയൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്? അത് റീയൂസബിലിറ്റിക്ക് വേണ്ടിയാണ്. അതുപോലെ നമ്മുടെ കാൽക്കുലേഷൻസ്, കമ്പാരിസൺസ് ഇതൊക്കെ ഈസി ആക്കാനും അത് ഹെൽപ്പ് ചെയ്യും. സപ്പോസ് ഇപ്പോൾ കാപ്പിക്ക് 12 അല്ല 13 വില. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം കാപ്പിയുടെ വില 13 എന്ന് ഇവിടെ ചേഞ്ച് ചെയ്യണം. ദെൻ ടോട്ടലിൽ 13 എന്ന് മാറ്റണം. ഇതിപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാം ആയിരുന്നതുകൊണ്ട് 2 സ്ഥലത്ത് ചേഞ്ച് ചെയ്താൽ മതി. പക്ഷേ ഒരു വലിയ പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ ഈ വാല്യൂ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ പോയി ഞാനിത് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ പ്രോഗ്രാം വലുതാവുന്നതനുസരിച്ച് നമുക്കിങ്ങനെ വാല്യൂസൊക്കെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് വാല്യൂസിന് നമ്മൾ പേര് കൊടുക്കുന്നത്. അങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഫുൾ പ്രോഗ്രാമിലും നമുക്ക് ആ വാല്യൂവിന് പകരം ആ നെയിം യൂസ് ചെയ്താൽ മതി. അതായത് അവിടെ ചായ കാപ്പി ഇങ്ങനെ തന്നെയായിരുന്നു പേര് കൊടുത്തിരുന്നതെങ്കിൽ ജസ്റ്റ് ആദ്യം കാപ്പിയുടെ വാല്യൂ കൊടുത്ത സ്ഥലത്ത് മാത്രം ചേഞ്ച് ചെയ്ത് റൺ ചെയ്താൽ മതി. ടോട്ടലിൻ്റെ വാല്യൂ അവിടെ കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ വാല്യൂസിന് പേര് കൊടുക്കുന്നതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ചായ, കാപ്പി, സമോസ, ടോട്ടൽ ഇതെല്ലാം വേരിയബിൾസ് ആണ്. അതിനെല്ലാം ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ വേരിയബിൾസ് എന്ന് പറയുന്നത്. വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതിനെ കോൺസ്റ്റൻസ് എന്നാണ് പറയുക. അത് നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ കാണും. എന്തായാലും വേരിയബിൾസ്, കോൺസ്റ്റൻസ് ഇങ്ങനെയുള്ള പേരിൽ നിന്ന് തന്നെ നമുക്കതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം ഫുള്ള് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ നമ്മൾ വേരിയബിൾസ്, കോൺസ്റ്റൻസ്, ഫങ്ഷൻസ് ഇതിനൊക്കെ പേര് കൊടുക്കും. ഫങ്ഷൻസ് ഓൾസോ നമ്മൾ പിന്നീട് പഠിക്കും. ഇതിനൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന പേരിനെ കോമൺ ആയിട്ട് ഐഡൻറ്റിഫയർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില റൂൾസ് ഉണ്ട്. ഒന്നാമത്തേത്, ഐഡൻറ്റിഫയറിൽ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് നമ്മൾ ചായ എന്ന വേരിയബിൾ യൂസ് ചെയ്തു. ചായ എന്ന് പറയുമ്പോൾ അതിൽ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ അതൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. വേണമെങ്കിൽ എനിക്ക് ചായ 1 എന്ന് കൊടുക്കാം. അതും വാലിഡാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ ഒരു അണ്ടർസ്കോറും കൂടെ കൊടുക്കാം. ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് ആണ്. പക്ഷേ ഞാനിവിടെ ഡോട്ട് അല്ലെങ്കിൽ സ്റ്റാർ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വാലിഡ് ഐഡൻറ്റിഫയർ അല്ല. ഇങ്ങനെ ഞാൻ സ്റ്റാർ കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ എറർ ആയിരിക്കും കിട്ടുക. സോ അതാണ് ഒന്നാമത്തെ റൂൾ. നെക്സ്റ്റ് റൂൾ, ഐഡൻറ്റിഫയറിൽ ഡിജിറ്റ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ഡിജിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും
ഒന്നുകിൽ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ ചായ എന്ന വേരിയബിളിൻ്റെ മുന്നേ 1 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് റൺ ചെയ്താൽ എറർ ആയിരിക്കും കിട്ടുന്നത്. സോ ഡിജിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പകരം അണ്ടർസ്കോർ ആണ് കൊടുക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് ആൻസർ കിട്ടും. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ലെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. നെക്സ്റ്റ് റൂൾ ഐഡൻറ്റിഫയേഴ്സ് കേസ് സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് തന്നെയായിരിക്കും അത് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇവിടെ ചായ എന്ന് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ടോട്ടൽ കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ ചായയുടെ C ക്യാപിറ്റലായിട്ട് കൊടുത്തിട്ട് പ്രോഗ്രാം റൺ ചെയ്യുവാണ്. ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു എറർ കിട്ടുന്നുണ്ട്. ചായ വിത്ത് C ക്യാപിറ്റൽ ഈസ് നോട്ട് ഡിഫൈൻഡ്, ഡിഡ് യു മീൻ ചായ, അതായത് ഫുൾ സ്മോൾ ലെറ്റേഴ്സിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സ്മോൾ ലെറ്റേഴ്സിലാണ് ഞാൻ ചായ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ C ഞാൻ ക്യാപിറ്റലിൽ കൊടുത്തു കഴിഞ്ഞാൽ പൈത്തണിന് അത് മനസ്സിലാവില്ല. പൈത്തണിന് C സ്മോൾ ലെറ്ററിലുള്ള ചായയും ക്യാപിറ്റൽ ലെറ്ററിലുള്ള ചായയും രണ്ടും 2 വേരിയബിളാണ്. ഞാൻ C സ്മോൾ ലെറ്ററിലുള്ള ചായ എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ താഴെ ക്യാപിറ്റലിൽ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു വേരിയബിൾ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എറർ കാണിക്കുന്നത്. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമുക്ക് പൈത്തണിൽ കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഇഫ്, എൽസ്, ഫോർ, വൈൽ, ട്രൂ, ഫോൾസ്, ഇങ്ങനെ കുറേ റിസർവ്ഡ് കീവേഡ്സ് ഉണ്ട്. ഇതൊന്നും ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. എന്താണ് ഇഫ്, എന്താണ് ഫോർ എന്നൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ ഇതൊക്കെ പൈത്തണിലെ കീവേഡ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഏതെങ്കിലും ഒരു വേരിയബിളിന് പകരം ഇതിൽ ഏതെങ്കിലും ഒരു കീവേഡ് കൊടുത്തിട്ട് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കൂ. ഔട്ട്പുട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത റൂൾ നോക്കാം. നെക്സ്റ്റ് റൂൾ പറയുന്നത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും പാടില്ല. അതായത് ഐഡൻറ്റിഫയേഴ്സിൽ ഡിജിറ്റ്സ്, നമ്പേഴ്സ്, അണ്ടർസ്കോർ ഇത്രയും മാത്രമേ പാടുള്ളൂ എന്ന് ഫസ്റ്റ് റൂളിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഈ റൂള്. ഈ ഡിജിറ്റ്, നമ്പർ, അണ്ടർസ്കോർ ഇതല്ലാതെ ബാക്കി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സ്റ്റാർ, ഡോട്ട്, സ്പേസ്, സ്ലാഷ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഐഡൻറ്റിഫയേഴ്സിൽ വരാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ വേരിയബിൾസിനും ഫംഗ്ഷൻസിനും ഒക്കെ പേര് കൊടുക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട റൂൾസ്. ഈ റൂൾസ് അനുസരിച്ചിട്ടല്ല പേര് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ എറർ കിട്ടും. ഇനി നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില ഗുഡ് പ്രാക്ടീസസ് ഉണ്ട്. അതായത് അത് ഫോളോ ചെയ്തില്ലെന്ന് വെച്ച് സിൻടാക്റ്റിക്കലി എറർ ഒന്നും വരത്തില്ല. പക്ഷേ നമ്മുടെ കോഡിംഗ് സ്റ്റൈൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഫോളോ ചെയ്യേണ്ട ചില പ്രാക്ടീസസ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേര് കൊടുക്കുക. അതായത് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ ചായ, കാപ്പി, സമോസ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിട്ടുള്ള C, K, S ഇങ്ങനെ മാത്രം കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടും. സിൻടാക്സ് എറേഴ്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ പ്രോഗ്രാം കാണുന്ന വേറൊരാളെ സംബന്ധിച്ച് അയാൾക്ക് ഈ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാവുമോ? അപ്പോൾ ഞാൻ ചായ, കാപ്പി ഇങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള പേര് കൊടുത്തിരുന്നപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും ഇത് ചായയുടെ വിലയാണ്, ഇത് കാപ്പിയുടെ വിലയാണ്, ഇത് ടോട്ടലാണ്, അങ്ങനെ. സോ നമ്മളെപ്പോഴും ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള പേരുകൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് നമ്മൾ വേരിയബിൾസിൻ്റെ ഫംഗ്ഷൻ്റെയൊക്കെ പേര് സ്നേക്ക് കേസിൽ കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വേരിയബിളോ ഫംഗ്ഷനോ ഒക്കെ 2 വാക്കുകൾ ചേർന്നിട്ടാണുള്ളതെങ്കിൽ അതെല്ലാം ഞാൻ ലോവർ കേസിൽ കൊടുക്കുക. എന്നിട്ട് വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അണ്ടർസ്കോർ യൂസ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് എനിക്ക് ചായ എന്ന് പറയുന്ന വേരിയബിളിന് പകരം കട്ടൻ ചായ എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ കട്ടൻ അണ്ടർസ്കോർ ചായ എന്ന് കൊടുക്കണം. ഇടയ്ക്ക് സ്പേസ് ഇടാൻ പാടില്ല എന്ന് നേരത്തെ മാൻഡേറ്ററി റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. സോ 2 വേർഡ്സിനെ നമ്മൾ അണ്ടർസ്കോർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇത് വേരിയബിൾസിൻ്റെയും ഫംഗ്ഷൻ്റെയും കാര്യത്തിലാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ പാസ്കൽ കേസ് കൊടുക്കുക. അതായത് എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് അണ്ടർസ്കോർ ഒന്നും ഇല്ലാണ്ട് എല്ലാ വേർഡ്സും ചേർത്ത് എഴുതുക. ഇവിടെ ഇപ്പോൾ എക്സാമ്പിളിൽ മൈ ക്ലാസ് എന്ന് കൊടുത്തിരിക്കുന്നത് പോലെ. അടുത്ത റൂളിൽ പറയുന്നത് കോൺസ്റ്റൻറ്റിന് പേര് കൊടുക്കുമ്പോൾ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ചില ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്. ഇനിയുണ്ട്, അതായത് ഡബിൾ അണ്ടർസ്കോറിൽ തുടങ്ങുന്ന കുറച്ച് മെത്തേഡ്സ്, അങ്ങനെ കുറേ ഇനി അങ്ങോട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ കോഡിംഗ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനും പ്രോഗ്രാം കാണുന്ന വേറൊരാൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ മാൻഡേറ്ററി റൂൾസ് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേരിയബിൾസ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസും. ഇതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.